ജീവിതത്തിലെ വലിയ ഷോക്ക് മൂലം ഒറ്റപ്പെടുന്ന തൻ്റെ കസിനെ ഏറ്റെടുക്കേണ്ടി വന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു റോബോട്ടിനെ ഉണ്ടാക്കി. അത് കാരണം ജീവിതം തകിടം മറിയുന്നു. അതിനും മാത്രം ഈ റോബോട്ട് എന്ത് കാണിച്ചു എന്നും ഇതുണ്ടാക്കിയ പ്രശ്നങ്ങളും എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച സിനിമയുടെ പേരാണ് മേഗൻ. വെൽക്കം ടു മൈ ചാനൽ. സിനിമയുടെ കഥ തുടങ്ങുന്നത് കുട്ടികളുടെ കൂട്ടുകാരനായും അവരോട് ഇണങ്ങാനും പിടങ്ങാനും റോബോട്ട്സിന് പെട്ടെന്ന് പറ്റുമെന്ന് കാണിച്ചുകൊണ്ടാണ്. ശേഷം നമ്മുടെ കഥാനായികയായ ക്യാരിയെ കാണിക്കുന്നു. അവളും അവളുടെ അമ്മയും അച്ഛനും ഒരു കാറിൽ യാത്ര ചെയ്യുന്നു. അതേസമയം അവരുടെ കാർ ആക്സിഡൻ്റ് ആവുകയും ക്യാരി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം ക്യാരിയെ അവളുടെ ആൻറ്റിയായ ജമ ഏറ്റെടുക്കുന്നു. അവളാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവളൊരു ടോയ് കമ്പനിയിലെ ടെക് എക്സ്പേർട്ടും കൂടിയാണ്. അവളുടെ കമ്പനിയിൽ മേഗൻ എന്ന റോബോട്ടിനെ ആരും അറിയാതെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊരു AI റോബോട്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം അവളുടെ ബോസ് അവളെ കയ്യോടെ പൊക്കുന്നു. എന്താണ് ഇത് ആരോട് പറയാതെ ചെയ്യുന്നു എന്ന് ചോദിച്ച് അവളോട് ചൂടാവുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റ് അവിടെ ഉപേക്ഷിച്ച ശേഷം അസുഖം മാറിയ കേറ്റിയെ ജമ ട്രെയിൻ ചെയ്യുന്നു. എന്നാൽ ജമക്ക് കുട്ടികളെ നോക്കാനൊന്നും അറിയില്ലായിരുന്നു. എങ്കിലും അവളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് കേറ്റിയെ നോക്കുന്നു. ടോയ്സ് ഇഷ്ടമുള്ള കേറ്റിയെ ജമ താൻ ഉണ്ടാക്കിയ റോബോട്ടിൻ്റെ പ്രൊജക്റ്റും മറ്റുമെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് കേറ്റിക്ക് വളരെ സന്തോഷമാവുകയും എനിക്കും ഒരു റോബോട്ടിനെ വേണമെന്ന് ജമയോട് പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ജമ മേഗനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഒടുവിൽ മേഗൻ്റെ പ്രൊജക്റ്റ് ജമ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ ടെസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടി അവൾ കേറ്റിയെയും തൻ്റെ ലാബിലേക്ക് കൊണ്ടുവരുന്നു. ഇത് കാണാനായി തൻ്റെ ഫ്രണ്ട്സും തൻ്റെ കൊളീഗ്സും തൻ്റെ ബോസും എല്ലാം ലാബിലെത്തുന്നു. തൻ്റെ പോലുള്ള ശരീരവും കൈയും കാലുള്ള റോബോയെ കണ്ട് കേറ്റി അതിശയപ്പെട്ടു പോകുന്നു. മേഗൻ പെട്ടെന്ന് കേറ്റിയുടെ ഒരു പിക്ക് വരയ്ക്കുകയും ബോസ് അത് കണ്ട് അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ശേഷം കേറ്റിയെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കേറ്റിയുടെ എല്ലാ എക്സ്പ്രഷൻസും ഇമോഷൻസും മേഗൻ നിരീക്ഷിക്കുന്നു. അവൾ രണ്ടുപേരും വളരെ അടുത്ത് ഫ്രണ്ട്സായി മാറുന്നു. ജമ തൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത മേഗനെ ജമ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. കേറ്റിയും മേഗനും കളിക്കുന്നതിനിടെ സ്റ്റിക്ക് പുറത്തു പോവുകയും കേറ്റിയെ ഒരു പട്ടി കടിക്കുകയും ചെയ്യുന്നു. അത് കണ്ട് ഹൗസ് ഓണർ ജമയോട് ചൂടാകുന്നു. അത് മേഗന് ഇഷ്ടമാകുന്നില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകാതെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം നായയെ കൊന്ന് കുഴിച്ചു മൂടിയതിനു ശേഷം അവൾ ഒന്നും അറിയാത്ത പോലെ വന്ന് കിടക്കുന്നു. അടുത്ത ദിവസം മേഗൻ ഒരു ഓഡിയൻസിന് മുന്നിൽ ജമ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവളെ കേറ്റിയെയും ഒരു റൂമിലാക്കി ഓഡിയൻസിനെ സ്ക്രീൻ വഴി കാണിച്ചു കൊടുക്കുന്നു. കേറ്റി കരയുമ്പോൾ മേഗൻ താരാട്ടുപാട്ട് പാടുന്നത് കണ്ട് ഓഡിയൻസ് ആകെ എക്സൈറ്റഡ് ആവുന്നു. അവർ തമ്മിലുള്ള അടുപ്പം ഒരു അപകടമാവാൻ ചാൻസ് ഉണ്ടെന്ന് ജമയോട് ഡോക്ടർ പറയുന്നു. അതിനുശേഷം ജമ അവരെ തമ്മിൽ വേർപിരിക്കാൻ ഒരുപാട് നോക്കുന്നു. ബട്ട് അത് നടക്കുന്നില്ല. അവർ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നു. അവിടുന്ന് ഒരു കുട്ടി കേറ്റിയെ ഉപദ്രവിക്കുമ്പോൾ മേഗനെ കണ്ട് മേഗനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അന്നേരം മേഗൻ റിയാക്ട് ചെയ്യുമ്പോൾ ഈ കുട്ടി ഓടിപ്പോകുന്നു. അന്നേരം മേഗൻ ഒരു കാറിൻ്റെ മുന്നിലേക്ക് ഈ കുട്ടിയെ തള്ളിയിട്ട് കൊല്ലുന്നു. അതാരും കാണുന്നില്ല. പിറ്റേ ദിവസം അവരുടെ അയൽവാസി കൊടുത്ത കേസ് കാരണം പട്ടി മോഷണം പോയെന്നും പറഞ്ഞ് പോലീസ് വീട്ടിലേക്ക് വരുന്നു. അതറിഞ്ഞ മേഗൻ അവരുടെ അയൽവാസിയെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ മേഗൻ പതിയെ എണീറ്റ് അടുത്ത വീട്ടിൽ പോയി അയൽവാസിയെ കൊല്ലുന്നു. അതുകൂടെ ആയപ്പോൾ ജമക്ക് മേഗനെ സംശയമായി. അവൾ മേഗൻ്റെ ഫേഷ്യൽ ഫൂട്ടേജ് ചെക്ക് ചെയ്യുന്നു. ഈ 3 കൊലപാതക സമയത്തുള്ള ഫൂട്ടേജസ് മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ജമക്ക് മനസ്സിലാവുന്നു ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത് മേഗനാണെന്ന്. അവൾ മേഗനെ ഷട്ട് ഡൗൺ ചെയ്യുന്നു. എന്നിട്ട് ലാബിൽ കൊണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നു മേഗൻ ഒരു കൊലപാതകയാണ്, ആരും അവളെ ടച്ച് ചെയ്യരുത് എന്ന്. ബട്ട് ആരും അത് വിശ്വസിക്കുന്നില്ല. കേറ്റിയെ കാണാനാവാത്ത വിഷമത്തിൽ അവിടെയുള്ള ആളുകളെ കൊല്ലാനാക്കി ബോസിനെ ഉപദ്രവിച്ചും അവിടുത്തെ കാറെടുത്ത് കേറ്റിയെ കാണാനായി ഡ്രൈവ് ചെയ്തു വരുന്നു. ഇതൊന്നും ജമ അറിഞ്ഞിരുന്നില്ല. രാത്രി ആരോ പിയാനോ വായിക്കുന്ന സൗണ്ട് കേട്ട് ജമ നോക്കുമ്പോൾ അത് മേഗനായിരിക്കും. അങ്ങനെ ജമയും മേഗനും അടിപിടിയാവും. മേഗൻ ജമയെ കൊല്ലാൻ നോക്കുമ്പോൾ കേറ്റി അത് കാണുന്നു. അപ്പോഴാണ് എല്ലാവരെയും കൊല്ലാൻ നോക്കുന്നത് മേഗനാണെന്ന് കേറ്റിക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു റോബോട്ടിനെയും കൊണ്ട് മേഗനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ കേറ്റി നോക്കുന്നു. മേഗൻ കേറ്റിയെ ആക്രമിക്കാൻ വരുന്നു. അന്നേരം ജമ മേഗനെ ഒരു വലിയ കമ്പി എടുത്ത് അടിക്കുന്നു. അതിനുശേഷം അവളെ ഫുൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നു. അന്നേരം ഫ്രണ്ട്സിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസും അവരെ സഹായിക്കാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. ശേഷം ലാബിൽ ഡിസ്മാൻഡിൽ പീസായി മേഗനെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ അവസാനം. താങ്ക്